തവണ നാട്ടിലെത്തുമ്പോഴും എന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോകുന്നൊരു കഴിവുണ്ട്. വേറൊന്നുമല്ല, കുക്കിംഗ്. ഒരു മാസം മുന്നേ വരെയുള്ള എന്റെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും കുക്കിംഗ് വീഡിയോസ് മാത്രമേ കാണുള്ളൂ. കാരണം വേറൊന്നുമല്ല, എന്തേലും അകത്തോട്ട് ഞം പോണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മെനക്കെട്ടിരുന്ന് ഉണ്ടാക്കണം. അപ്പൊ പിന്നെ കുക്കിംഗ് ചെയ്യുന്നത് തന്നെ ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് എടുക്കും, അപ്ലോഡ് ചെയ്യും. എന്നാ തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഹാലേ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറും ഉമ്മ എന്ന് പറഞ്ഞൊരു ഹാലിനെ കണ്ട പിന്നെ എന്റെ ഹാലാകെ മാറും. പിന്നീട് അങ്ങോട്ട് അടുക്കള കാണുമ്പോ കാല് വിറക്കുക, പാത്രം പിടിക്കുമ്പോ കൈ വിറക്കുക, ഇങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങും. എന്റെ കൂടെ തന്നെ ഫ്ലൈറ്റും പിടിച്ചു വരുന്ന മറ്റൊരു അസുഖം കൂടിയുണ്ട്, മടി. കക്ഷിയും ഇതിലൊരു മെയിൻ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ കാണുന്ന വീഡിയോ മസ്കറ്റിലുള്ളപ്പോ ഷൂട്ട് ചെയ്തതാണ്. വോയിസ് ഓവർ കൊടുക്കാൻ മടിയുള്ള കാരണം അങ്ങനെ ഡ്രാഫ്റ്റിൽ തന്നെ കിടന്നു. വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ അങ്ങ് പൊടി തട്ടി എടുക്കാമെന്ന് കരുതി. ഇതുവരെയുള്ള എന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതെ, ഫ്രൈഡ് റൈസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഫ്രൈഡ് റൈസ് അല്ല. ഇത് നമ്മൾ ലെഫ്റ്റ് ഓവർ നെയ്ച്ചോറ് വെച്ചുണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ്. സ്റ്റെപ്സ് ഒക്കെ ഞാൻ ഒരേപോലെ തന്നെയാണ് ഫോളോ ചെയ്തത്. ആദ്യമേ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചു. കുരുമുളകും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ശേഷം ഒരു പാനിൽ ബട്ടർ ഇട്ട് ഗാർലിക് സോട്ട് ചെയ്ത ശേഷം കുറച്ച് മാത്രം ഉള്ളി ഇട്ടൊന്ന് സോട്ട് ചെയ്യും. ഇതിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിടാം. പിന്നെ മുട്ടയും ചിക്കനും ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കെച്ചപ്പും സോയാ സോസും ആഡ് ചെയ്ത് നമ്മുടെ ചോറ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്ച്ചോറിൽ കുറച്ച് വെജിറ്റബിൾസും സോസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന ഒരു ഫീല് അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ശരി, ബൈ.